Hello, welcome back to the second lesson of our hybrid model. So in the last class, we have represented our common emitter amplifier in a hybrid model, hybrid model of the transistor. So this was the equivalent circuit with the BJT. In the last class, we have represented this BJT into its equivalent circuit in a hybrid model. That is, the hybrid model of the BJT is represented like this, and we have replaced that BJT term here with this hybrid model. കഴിഞ്ഞ ക്ലാസ്സിലെ നമുക്ക് എന്താ വേണ്ട, നമുക്ക് ഈ പ്രാക്ടിക്കൽ ആയിട്ടുള്ള BJT അല്ലേ equivalent സർക്യൂട്ടിൽ you can see that practical ആയിട്ടുള്ള BJT is there. This BJT cannot be solved as easy by using network theorem. നെറ്റ്വർക്ക്സ് തിയറംസ് ഒക്കെ വെച്ചിട്ട് ഇതിനെ എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റില്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള BJT. സോ നമ്മൾ എന്ത് ചെയ്യും, ഇതിന് കുറച്ച് അസംഷൻസ് വെച്ച് ഐഡിയലൈസ് ചെയ്യും. The BJT should work as an amplifier. സോ ഈ BJT എന്ത് ചെയ്യും, ലീനിയർ എലമെന്റ് ആയിട്ട് ആക്റ്റീവ് മോഡിൽ ലീനിയർ എലമെന്റ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. ലീനിയർ എലമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിനെ 3 രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അതിലെ ഹൈബ്രിഡ് മോഡലാണ് റെപ്രസെന്റ് ചെയ്തത്. എങ്ങനെയാണ് ഹൈബ്രിഡ് മോഡലിനെ റെപ്രസെന്റ് ചെയ്തത്? നമുക്ക് ഇങ്ങനെയാണ് ഹൈബ്രിഡ് മോഡലിനെ കിട്ടിയത്. എങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്തത്? We have represented our hybrid model, our transistor as a two-port network, and we have represented this particular BJT as a function of input current and output voltage. ഈ ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻപുട്ട് കറണ്ടും ഇവിടെ ഫിക്സഡ് ആണെന്ന് അസ്യൂം ചെയ്ത്, ഇൻഡിപെൻഡന്റ് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് we have found out IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, IC is equal to ബീറ്റ ടൈംസ് IB ആണ് അല്ലേ. IC is equal to ബീറ്റ ടൈംസ് IB ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈ ICയെ നമുക്ക് എന്ത് ചെയ്യാം, IBയുടെ ഫംഗ്ഷൻ ആയിട്ട് എഴുതാം. അതാണ് ഞാൻ പറഞ്ഞത്. IC എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ട്പുട്ട് കറണ്ട് ക്യാൻ ബി എ ഫംഗ്ഷൻ ഓഫ് ഇൻപുട്ട് കറണ്ട് ആസ് വെൽ ആസ് എന്താ, ഇത് ഔട്ട്പുട്ട് കറണ്ട് അല്ലേ, ഇവിടുത്തെ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല അല്ലേ, ഇതിലെ കൂടെ ഉള്ള അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ I2 ക്യാൻ ബി represented as a function of I1 and V2. Similarly, V1 can also be represented as a function of I1 and V2. Okay, അങ്ങനെയാണെങ്കിൽ we are writing this V1 is a function of I1 and V2 എന്നാണ്. I can write V1 I2. This V1 I2 is equal to some function, അതെനിക്ക് അറിയത്തില്ല, into ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ്, I1 and V2. ഇങ്ങനെ എനിക്ക് I can rewrite in this particular way. ഓക്കെ, എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദിസ്, ഹൗ ദിസ് V1 ആൻഡ് I1 ആർ റിലേറ്റഡ്? V1 I1 എങ്ങനെ റിലേറ്റ് ചെയ്തു, V2 I2 എങ്ങനെ റിലേറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിക്കുന്നത്, ഏതെങ്കിലും ഒരു ടേമിനെ നമ്മൾ 0 ആക്കും. ഫസ്റ്റ് വി വിൽ മേക്ക് I1 is equal to 0. I1 equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇൻപുട്ട് ഓപ്പൺ സർക്യൂട്ട് ആണ്. അപ്പം വി വിൽ ഗെറ്റ് H11ഉം H22ഉം കിട്ടും. അതാണ് ദിസ് വൺ. H11 എന്ന് പറഞ്ഞാൽ എന്താ, I1 H11 and H21 കിട്ടണം. എന്ത് ചെയ്യണം, ഫസ്റ്റ് വി ആർ ഫൈൻഡിങ് ഔട്ട് H11 ആൻഡ് H21. H11ഉം H21ഉം കിട്ടണമെങ്കിൽ V1 is equal to H11 into I1 plus H12 into I2 എന്നാണ് ഇക്വേഷൻ വരുന്നത് അല്ലേ. V1 is equal to H11 I1 plus H12 V2 എന്നാണ്. So what I will do, in order to find out H11, I will make V2 0 ആയിരിക്കും. V2 0 എന്ന് പറഞ്ഞാൽ V2 is equal to 0 means output is short circuited. So H11 എന്ന് പറഞ്ഞാൽ V1 by I1 അല്ലേ, V1 by I1 at output short circuited. So V1 by I1 എന്ന് പറഞ്ഞാൽ എന്താ, ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് കറണ്ട് ഈസ് ഇൻപുട്ട് ഇമ്പിഡൻസ്, ദാറ്റ് ഈസ് ഇൻപുട്ട് ഇമ്പിഡൻസ് അറ്റ് ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ടഡ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് HI എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും. സിമിലർലി സെക്കൻഡ് ടേം എന്ത് കിട്ടും, V2 0 ആണ്. സോ H21 is equal to I2 by H21 is equal to I2 by I1. I2 by I1 എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് ഗെയിൻ ആണ്. I2 by I1 അല്ലേ, H21 is equal to I2 by I1. That is called current gain. എന്ത് current gain ആണ്, ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്, that is forward current gain. So H21 I can represent it as forward current gain with output short circuited, and it is represented by the letter HF. HF എന്ന് പറഞ്ഞാലാണ് H21. Similarly, how can I write
How can this is the first case I made V2 0. V2 is output short circuited. Similarly, I will make I1 0. I1 0 ആക്കിയാൽ that is input open circuited ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ I can find out H12 and H22. So what is H12? H12 is V1 by V2. H12 is V1 by V2, or I can say V2 by V1 ആയിരുന്നെങ്കിൽ forward voltage gain ആയിരുന്നു. Since it is V2 by V1 and it was forward voltage gain. Since it is opposite of that or inverse of that, I can say V1 by V2, it is reverse voltage gain. So what is H12? H12 is reverse voltage gain with output short circuited. This is a very important topic. So please kindly listen. That's why I'm again explaining it. So H12 is reverse voltage gain. It is represented as HR. Similarly, H22, how can I find out H22? I1 is 0, H22 is I2 by V2. V2 by I2 എന്ന് പറയുകയാണ് ഔട്ട്പുട്ട് ഇംപെഡൻസ്, or I2 by V2 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് അഡ്മിറ്റൻസ്. So H22 I can call it as output admittance with input open circuited, or I can say H22 is H0. ഓക്കെ, സോ ഞാൻ ഇതിനെ റീറൈറ്റ് ചെയ്യുവാണ്. H11, H12, H21, H22 എന്നുള്ളതിനെ if I am rewriting it, then I can say H11 is HI, H12 is HR, H21 is HF, and H22 is HO. Now we know that there are three modes of operation or three configuration of the transistors. അല്ലേ, ട്രാൻസിസ്റ്ററിന് നമുക്ക് 3 configurations ഉണ്ട്: common base, common emitter, common collector. So ഈ സെക്കൻഡ് ലെറ്റർ കാണിക്കുന്നത് ഏത് കോൺഫിഗറേഷൻ ആണെന്നാ. സോ HI എന്ന് പറഞ്ഞാൽ ഐ ഹാവ് റിട്ടൺ ഇറ്റ് ആസ് കോമൺ. ഓക്കെ, ഇപ്പൊ കോമൺ എമിറ്റർ ആണെങ്കിൽ HIE എന്ന് കൊടുക്കണം. ഇല്ല, ഫോർ കോമൺ ബേസ് കോൺഫിഗറേഷൻ ആണ് HIB, ഓർ ഫോർ കോമൺ കളക്ടർ ആണെങ്കിൽ HIC എന്ന് കൊടുക്കണം, H പാരാമീറ്ററിന്. ഓക്കെ, സോ ഏത് പാരാമീറ്റർ ആയിക്കോട്ടെ, ഈവൻ ദോ ഇറ്റ് ഇസ് എ കോമൺ എമിറ്റർ, കോമൺ കളക്ടർ, ഓർ കോമൺ ബേസ് കോൺഫിഗറേഷൻ, this equation will be always same. ഈ ഇക്വേഷൻ എപ്പോഴും സെയിം ആയിരിക്കും കേട്ടോ, ഏത് കോൺഫിഗറേഷൻ എടുത്താലും. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ എടുത്തു, VI is equal to HIII plus HR V0 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഇതൊന്ന് നോക്കുക. ഇത് നോക്കുമ്പോൾ ഇൻ ദിസ് ഇക്വേഷൻ എല്ലാ ടേംസിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ വോൾട്ട്. ഓൾ ദ ഡയമെൻഷൻസ് ഇൻ ദ all the terms are having same dimension, that is volt. So I can represent it by using Kirchhoff's voltage law. If I am applying Kirchhoff's voltage law, VI minus HI I1 minus HR V0 is equal to 0, or ഞാൻ Kirchhoff's voltage law apply ചെയ്യാം. അപ്പം VI minus HI into II. HI എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഇംപിഡൻസ്. സോ ഐ ഹാവ് ഡ്രോൺ ഇറ്റ് വിത്ത് എ റെസിസ്റ്റൻസ് ഇൻ മൈനസ് HR V0. ഇതാണ് this is the circuit for first equation. And next what I have done, I have compared it with the second equation. When I am considering second equation, I0 is equal to H21 എന്നുള്ളതിന് HFE II plus HOE V0. ഇതിനകത്ത് നോക്കുമ്പോൾ all the terms are having the dimensions of ampere. എല്ലാം ആംബിയറിലാണ്. സോ ഐ ക്യാൻ അപ്ലൈ Kirchhoff's current law. Kirchhoff's current law വെച്ചിട്ട് എന്താ, ദിസ് ഇസ് ദ ഇൻകമിംഗ് കറണ്ട് അല്ലെ, IC or I0 എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിലേക്ക് വരുന്ന കറണ്ടാണ്. ഇൻകമിംഗ് കറണ്ട് ഇസ് ഈക്വൽ ടു 2 ഔട്ട് ഗോയിങ് കറണ്ട്സ്. ഇതിനകത്ത് I എന്ന് പറഞ്ഞാൽ എന്താ, I എന്ന് പറഞ്ഞാൽ കറണ്ട് സോഴ്സ് ആണ്, ഇൻപുട്ട് കറണ്ട് ആണ് അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിനെ ഞാൻ ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ് HFE II എന്ന് പറഞ്ഞ ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ് ആയിട്ടും HOE V0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HOE ഈസ് ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് ആണ്. സോ ഇംപിഡൻസ് പാരലായിട്ട് കണക്ട് ചെയ്തു. V0 ഇൻറ്റു HOE എന്ന് പറഞ്ഞാൽ ഈ വരുന്ന കറണ്ട് കിട്ടും ഇവിടത്തേക്കൂടുള്ള. അപ്പൊ ഇങ്ങനെ എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ ഐ ഹാവ് ഡ്രോൺ ദ സർക്യൂട്ട് using KVL from the first equation, and using KCL I have redrawn the circuit, second circuit. എന്നിട്ട് എന്താ, I am connecting first circuit to second circuit. എന്തിനാണ്, why are we doing like this? Because we are getting two separate circuits. ഇൻപുട്ട് സർക്യൂട്ടും ഔട്ട്പുട്ട് സർക്യൂട്ടും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ എന്താ, നമുക്ക് കാൽക്കുലേഷൻസ് കുറച്ചുകൂടെ സിംപ്ലിഫൈ ആക്കാൻ പറ്റും. അപ്പം ഈ BJT, ഏത് BJT ആണ്, ദിസ് BJT ഇൻ ദി സർക്യൂട്ട് ഐ ഹാവ് റീപ്ലേസ്ഡ് ഡ്രോയിങ് ബൈ, ഐ ഹാവ് റീപ്ലേസ്ഡ്, കണ്ടോ ഈ സർക്യൂട്ടിന്, അതായത് V ഇൻപുട്ട് RS പിന്നെ ഈ RB എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് ബാക്കി ഇക്വലന്റ് സർക്യൂട്ട് വെച്ച് ഞാൻ റെപ്രസെന്റ് ചെയ്തു. കണ്ടോ, ഇക്വലന്റ് സർക്യൂട്ട് വെച്ച് റെപ്രസെന്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് RC. അങ്ങനെ ഐ ഹാവ് ഡ്രോൺ ദിസ് പർട്ടിക്കുലർ സർക്യൂട്ട് വിത്ത്
റീപ്ലേസ്ഡ് ദാറ്റ് പർട്ടിക്കുലർ BJT വിത്ത് ഹൈബ്രിഡ് മോഡൽ. ഹൈബ്രിഡ് മോഡൽ കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പം കണ്ടോ നമുക്ക് വി ഗോട്ട് എ ഡിഫറെൻറ്റ് സർക്യൂട്ട്. നമുക്ക് വേറൊരു സർക്യൂട്ട് കിട്ടി. ഇൻ ദിസ് ഈ സർക്യൂട്ട് ദിസ് ഇസ് എ ലീനിയർ സർക്യൂട്ട് ബിക്കോസ് ഇറ്റ് ഹാസ് ഓൺലി എന്താ സിംപ്ലിഫൈഡ് സർക്യൂട്ട് എലമെന്റ്സ്. ഇതിനകത്ത് നോക്കിക്കേ റെസിസ്റ്റൻസും വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സും മാത്രമേ ഉള്ളൂ. ഇത് ജസ്റ്റ് ലൈക്ക് ആൻ ഐഡിയൽ സർക്യൂട്ട്, ഒരു ലീനിയർ സർക്യൂട്ട് പോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇത് വെച്ചിട്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ അതിന് വേണ്ടിയല്ലേ വൈ ഹാവ് വി ഡ്രോൺ ഓൾ ദിസ് ഇക്വലന്റ് സർക്യൂട്ട്സ്. എന്തിനാ ഇത്ര പാടുപെട്ട് വി ഹാവ് ഡ്രോൺ ഓൾ ദ equivalent circuit? Because we have to design a common emitter amplifier. We have to design a common emitter amplifier. In order to design a common emitter amplifier, what we have to do? We have to find out, or we have to know what is the input impedance, what is the output impedance, what is the current gain, or what is the voltage gain. For example, ഇപ്പം കറണ്ട് ആംപ്ലിഫിക്കേഷന് വേണ്ടിയാ യൂസ് ചെയ്യുന്നതെങ്കിൽ എത്രയാ ഇപ്പം ഐ നീഡ് 10 ആംപിയർ ഒന്നും കിട്ടില്ലായിരിക്കും, 1 ആംപിയർ എടുക്കുക. 1 ആംപിയർ ആംപ്ലിഫിക്കേഷൻ എനിക്ക് കിട്ടണമെങ്കിൽ 1 ആംപിയർ ആംപ്ലിഫിക്കേഷൻ എനിക്ക് കിട്ടണം. എൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 1 മൈക്രോ ആംപിയർ ആണെങ്കിൽ ദാറ്റ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഔട്ട്പുട്ട് 1/10⁻⁶ ഓർ 10⁶ ആയിരിക്കണം ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. അപ്പം ഈ AI-യുടെ ഇക്വേഷൻ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് വി ഹാവ് ടു ഡിസൈൻ ഇറ്റ്. ഓക്കെ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഹൗ ക്യാൻ വി ഡിസൈൻ ഇറ്റ്? അപ്പം നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. വി ഹാവ് ടു സോൾവ് ദ സർക്യൂട്ട് ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കറണ്ട് ഗെയിൻ. ഇപ്പം വാട്ട് ഇസ് ദ കറണ്ട് ഗെയിൻ? കറണ്ട് ഗെയിനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഐ എം ഗോയിങ് ടു ഡിസൈൻ ദ സർക്യൂട്ട് ഫോർ ദ കറണ്ട് ഗെയിൻ. സോ വാട്ട് ഇസ് കറണ്ട് ഗെയിൻ? Current gain is AI. Isn't it? So what is current gain? Current gain is AI. Current gain AI is equal to എന്താണ്? Output current I0 by input current II. Output current I0 divided by input current II. ഇതിനകത്ത് what is I0? I0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? I0 എന്ന് പറഞ്ഞാൽ ഇതാണ്. RLO RCO ആയിക്കോട്ടെ. ദിസ് ഇസ് I0. I0 is the current entering the circuit. Whereas നമ്മൾ എങ്ങനെയാ ഔട്ട്പുട്ട് കറണ്ട് സാധാരണ പറയുക? ലോഡ് കറണ്ട്. If I am connecting a load, this is opposite, isn't it? Or this is my load current IL, ലോഡിലേക്ക് വരുന്നത്. അപ്പം എന്താ? യൂഷ്വലി ഐ ക്യാൻ സേ മൈ I0 is equal to what is my output current? Output current I can say IL, load current divided by input current is source current, or I am writing I1. Okay, so current gain എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ output current that IL എന്ന് പറഞ്ഞാൽ is equal to -I2 ആണ്, or -IC ആണ്. ഇത് രണ്ടും ഓപ്പോസിറ്റിലാണ്. കാരണം എന്താ? നോക്കിക്കേ, വി ആർ അസ്യൂമിങ് ദാറ്റ് ദ കറണ്ട് എൻട്രിങ്. നോക്കിക്കേ, ഈ സർക്യൂട്ടിൽ നോക്കിക്കേ, ഇതെന്താ? ഇവിടെയാണ് ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്നത്. ഔട്ട്പുട്ടിലേക്ക് പോകേണ്ട കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് ദ കറണ്ട് ടു ബി ഗോൺ ത്രൂ ദ ഔട്ട്പുട്ട്? ഇതാണ് ഔട്ട്പുട്ടിലേക്ക്, ലോഡിലേക്ക് പോകേണ്ട കറണ്ട് IL ആണ്. പക്ഷെ ഈ സർക്യൂട്ടിലേക്ക് പോകുന്ന കറണ്ട് ഏതാണ്? IC ആണ്. ദീസ് ആർ ഓപ്പോസിറ്റ്. IC അകത്തേക്കാണ്, ഇല്ലേ? അപ്പൊ എന്താ പറ്റുക? ബോത്ത് ആർ ഓഫ് ദ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. സോ ഐ ഷുഡ് സേ മൈ ലോഡ് കറണ്ട് IL is equal to -I2. Okay, how can we say current gain? Current gain is equal to output current divided by input current II. അതായത് -I2 or -IC by -IC by input current എന്ന് പറഞ്ഞാൽ IB ആണ്. How can I find out -IC by IB? അതിനകത്ത് -IC എന്ന് പറഞ്ഞാല് -IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? If I am expressing in terms, എനിക്ക് കറന്റ് ഗെയിൻ അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ കറന്റ് ഗെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് വാട്ട് ഐ ഹാവ് ടു ഡു ഇസ് ഐ ഹാവ് ടു ടേക്ക് ദ ഹൈബ്രിഡ് ഇക്വേഷൻ വിത്ത് കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട് ഇൻപുട്ട് കറണ്ടും വേണം. ഔട്ട്പുട്ട് കറണ്ടും ഇൻപുട്ട് കറണ്ടും കൂടെ ഉള്ള ഹൈബ്രിഡ് പാരാമീറ്റർ ഏതാ? ദാറ്റ് യു ഹാവ് ടു നോ. ഔട്ട്പുട്ട് പാരാമീറ്റർ, ഔട്ട്പുട്ട് കറണ്ട് ഇൻപുട്ട് കറണ്ടും കൂടെ ഉള്ളത് കണ്ടോ? ഇതല്ലേ ഔട്ട്പുട്ട് കറണ്ടും ഉണ്ട് ഇൻപുട്ട് കറണ്ടും ഉണ്ട്. ഇവിടെ ഔട്ട്പുട്ട് കറണ്ട് ഉണ്ടോ ഫസ്റ്റ് ഇക്വേഷനിൽ? ഇല്ല. സോ ഐ ആം ടേക്കിംഗ് ദ സെക്കൻഡ് ഇക്വേഷൻ. ഫ്രം സെക്കൻഡ് ഇക്വേഷൻ ഐ ക്യാൻ സേ ഔട്ട്പുട്ട് കറണ്ട് I0 or IC is equal to
what is H21? H21 എന്നാന്ന് ഓർക്കുന്നുണ്ടോ? HFE അല്ലേ? ഇതേ കണ്ടോ? H21 is HFE. So I can write IC is equal to HFE into what is I1? I1 is IB plus HOE into what is V0? V0 is my output voltage or VCE. V0 എനിക്ക് V2 എന്ന് എഴുതാം ഇല്ലേ? അപ്പൊ ഇതിനകത്ത് നോക്കിക്കേ, വി ഹാവ് ഔട്ട്പുട്ട് കറണ്ട് ഉണ്ട്, ഇൻപുട്ട് കറണ്ട് ഉണ്ട്, പിന്നെ എച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. ദേ നോക്കിക്കേ, ദർ ഈസ് ആൻ ഔട്ട്പുട്ട് വോൾട്ടേജ് V0. ഈ ഗെയിൻ്റെ അവിടെ ഈ V0 കൊണ്ടിടേണ്ട വല്ല കാര്യമുണ്ടോ? No, there is no need. ഈ V0 വന്നാൽ the calculation will be difficult. So we have to find out the equation for V0. V0 എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? V0 is the output voltage. What is the output voltage V0? That output voltage, how can I write it out? V0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is V0 is the output voltage, isn't it? Output voltage എന്താ? ഇതാണ് V0. ഔട്ട്പുട്ട് വോൾട്ടേജ് ദാറ്റ് ഈസ് ലോഡ് കറണ്ട് ഇൻറ്റു ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് V0 അല്ലേ? ദാറ്റ് ഈസ് ദ വോൾട്ടേജ്, ദാറ്റ് ഈസ് IL into RL എന്ന് I can say that is output voltage that is equal to load current into load resistance IL into RL എന്ന് പറയാം. I can say IL into RL or ഔട്ട്പുട്ട് കറണ്ടിന്റെ ടേംസിലാണ്. നമുക്ക് എന്തിന്റെ ടേംസിലാണ് വേണ്ടേ? ICയുടെ ടേംസിലാണ് ഔട്ട്പുട്ട് കറണ്ട്, ലോഡിന്റെ ടേംസിലല്ല. ലോഡിന്റെ ടേംസിൽ പറയുന്നത് ഫോർ ഓവറോൾ കറണ്ട് ഗെയിൻ ആണ് കേട്ടോ. ഒരു സർക്യൂട്ടിന്റെ എൻറ്റയർ കറണ്ട് ഗെയിൻ ആണ്. നമ്മളിപ്പോൾ ട്രാൻസിസ്റ്ററിന്റെ മാത്രമേ നോക്കണുള്ളൂ. ഓക്കെ, സോ IL into RL or I can say my V0 can be substituted as IL എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് IC ആണ് അല്ലേ? IL is equal to minus I2 or minus IC. So I can write it as minus IC into RL. So എനിക്ക് എങ്ങനെ ഇതിനെ റീപ്ലേസ് ചെയ്യാം? I can replace my equation as IC is equal to HFE into IB plus HOE into V0 നെ എനിക്ക് എങ്ങനെ എഴുതാം? മൈനസ് IC into RL എന്ന് പറയാം. Now if we look into our circuit, there is IC, IB, HOE, RL. ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. So I am rewriting it. I am grouping my IC. IC ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എന്താവും? Already one IC is there. One minus HOE RL എന്നുള്ളത്, when it comes to the other side, it will be HOE RL. So IC into 1 plus HOE RL is equal to HFE into IB. What do we have to find out? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? ഗെയിൻ ആണ്. ദാറ്റ് ഈസ് മൈനസ് IC by IB. So I am rearranging it. IC by IB is equal to HFE divided by 1 plus HOE into RL. Okay, IC by IB is equal to HFE by 1 plus HOE into RL. So what is my current gain? Therefore, from this I can write my current gain AI is equal to minus IC by IB ആണ്. Minus IC by IB means minus HFE divided by 1 plus HOE into RL. Or ഏത് കോൺഫിഗറേഷൻ ആയിക്കോട്ടെ, in general, for whatever configuration it is, I can say current gain of my BJT is minus HF divided by 1 plus HO into RL. Current gain എനിക്ക് എങ്ങനെ പറയാം? മൈനസ് HF divided by 1 plus HOE into RL. This is the equation for current gain for all the configuration. You should note this equation. അപ്പോൾ ഈ equation വെച്ചിട്ട് for what current gain എന്ന് വെച്ച് നമുക്ക് ഈ റെസിസ്റ്റൻസിനെ നമുക്ക് മാറ്റിയിട്ട് we can design for different current gains. Okay. So now before moving on to the voltage gain, I should find out what is the input impedance. We have found out the current gain. Okay. So current gain equation. Now what I am going to find out is I am going to find out the input impedance. So what is the input impedance? I am going to find out the input impedance.
input impedance Zi. How can I find out my input impedance Zi? We already know that input impedance is the ratio of input voltage divided by input current II. Input voltage divided by input current II. അപ്പോൾ VI യും II യും കൂടെ വരുന്ന ഇക്വേഷൻ ഏതാ? We have to find out. VI and II is there. In the ഏത് ഇക്വേഷനിലാണ് വരിക നോക്കിക്കേ. VI and II is there in our first equation. Second equation input voltage undo illa. So in the first equation, so from the equation 1 I can write it as my VI is equal to HI into II plus HR into output voltage V0. From the first equation I have found out that VI is equal to HI into II plus HR into V0. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? VI and II. So VI we need it, II we need it. Here also we have to replace it V0. How can I replace this V0? V0 is equal to minus IC into RL. So if I am replacing this V0, then I can say VI is equal to HI II plus HR into what is minus IC into RL. This is IB. IA instead of II I should use IB because what is the problem? Here I have used IC. So input I1 should be IB and I2 should be IC. Okay, and if I am rewriting it, we know that here we have VI, IB, HR, IC and RL. We have this much term. So okay, it's okay. I am rewriting my equation, that is VI is equal to HI IB plus minus HR IC RL. This is my equation. What I have to find out is VI by II. Okay, so what I am going to do is I am going to find out VI by II or it is VI by IB. Okay, so I am dividing it with IB. I am dividing the entire term with IB. So I will get VI by IB. What is VI by IB? VI by IB is Zi. So I can say Zi is equal to HI minus what is HR into IC by IB into RL. I can write like this, isn't it? So what is IC by IB? We already know minus IC by IB is AI. Okay, so I can write it as that. I can rewrite it as HI plus HR AI into RL. Okay, because minus IC by IB is AI. So now I am substituting for this AI. So what is the equation for AI? That is equal to HI plus HR RL into what is HF divided by 1 plus H0 RL. Okay, if I am rewriting it, then I can also write this Zi is equal to HI plus HR into HF divided by RL, and RL will be 0. So H0 plus 1 by RL. I can write like this, or I can simply write like this also. So this is our equation for what? Input impedance. So IC by IB. Okay, here it is minus IC by IB, so I can write it as AI. So AI, I am sorry, I have forgotten to put a minus here because here minus IC by IB is AI. AI, here I have minus HF, so this will be minus,
and this will also be minus. Okay, do I have to rewrite it again? Zi is equal to Hi minus Hr into Ic by Ib. Minus Ic by Ib is, what is minus Ic by Ib? That is Ai. So I have put Ai here, but Ai equation is minus Hf. So I have put this minus here, or I can again tell you that our input impedance Zi value is equal to Hi minus Hr into Hf divided by H0 plus 1 by RL. This equation you can study, or you can simply study this equation itself. Any equation you can study, that is Hi minus, same any equation you can study, Hi minus Hr Hf RL divided by 1 plus H0 RL. Okay. So now we have to find out, we have found out the current gain, input impedance, and now what we are going to find out is, we are going to find out the input